കേരള ട്രാവൽ മാർട്ടിന്റെ 12ാമത് എഡിഷന് കൊച്ചിയിൽ വർണ്ണാഭമായ സമാപനം. പങ്കാളിത്തം കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ ട്രാവൽ മാർട്ടായിരുന്നു ഇത്തവണത്തേത്. വിദേശ രാജ്യങ്ങളിൽ കേരളത്തിലെ പ്രത്യേകതകൾ സംബന്ധിച്ച് ഏറെ പ്രചാരം ലഭിച്ചതും ഇത്തവണത്തെ KTM പങ്കാളിത്തം കൂടുവാനുള്ള കാരണമായതായി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത KTDC ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തനം ഏറെ പ്രാധാന്യമർഹിക്കുന്നതായും അവർ വ്യക്തമാക്കി. The conduct of the entire event was also managed extremely well, with attention to the last detail from day one. The business sessions, theatre-based deliberations, cultural programs, the expo, venue displays, installations and other cycles went very smoothly, adding to the charm of the mall. കേന്ദ്ര ടൂറിസം വകുപ്പ് റീജിയണൽ ഡയറക്ടർ വെങ്കടേശ്വരൻ മുഖ്യാതിഥിയായിരുന്നു. In fact, if you know, I don't know, many of you would know that KTM has become a case study. The destinations across the country, especially the states, are really kind of inspired by the success of KTM, and many of them have come to me asking about how it is structured, how it is executed, and many of them are trying to emulate also. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും എണ്ണം വർദ്ധിച്ചതും അവർക്ക് മുഖാമുഖം കാര്യങ്ങൾ ചർച്ച ചെയ്ത് വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞതും ഇത്തവണത്തെ KTMന്റെ ശ്രദ്ധേയ നേട്ടമാണെന്ന് KTM മുൻ പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം പറഞ്ഞു. ഒത്തൊരുമയോടെയുള്ള KTMലെ അംഗങ്ങളുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. I think there are 4 reasons behind the success of this KTM or any KTM. One is the PPP model of KTM, private-public participation. Second, the teamwork of the management committee. You know, there are more than 20 management committees, subcommittees. So they were working for 1 year, many meetings in the office, outside the office, in Cochin, Trivandrum, many places. Then the third thing is the cooperation of the sellers. Sellers are the members of KTM. Many of you are here. Then of course the buyers. Since the buyers came, the maximum number of buyers came this year, nationally and internationally. KTM പ്രസിഡന്റ് ജോസ് പ്രദീപ്, മുൻ അധ്യക്ഷന്മാരായ ജോസ് തോമസ്, EM നജീബ്, വൈസ് പ്രസിഡന്റ് ഹരികുമാർ KC, KTM സെക്രട്ടറി S സ്വാമിനാഥൻ, ട്രഷറർ ജിബ്രാൻ ആസിഫ് തുടങ്ങിയവർ സംസാരിച്ചു. KTMന്റെ വിജയത്തിനായി അക്ഷീണം പ്രയത്നിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള ട്രാവൽ മാർട്ടിന്റെ 12ാമത് പതിപ്പിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഇവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങൾ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷ. KTMൽ നിന്ന് ജോസഫ് ഫനച്ചിക്കലിനൊപ്പം രശ്മി ജയദാസ്, ജീവൻ ന്യൂസ്, കൊച്ചി. കൊച്ചിയിൽ സമാപിച്ച KTMൽ 3 ദിവസങ്ങളിലായി ഇത്തവണ നടന്നത് 75,000-ലേറെ വാണിജ്യ കൂടിക്കാഴ്ചകൾ. ചരിത്രത്തിലാദ്യമായാണ് ഇത്രയധികം വാണിജ്യ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പൊതുപ്രതീക്ഷകൾ നൽകിയാണ് കേരള ട്രാവൽ മാർട്ടിന് തിരശ്ശീല താഴ്ന്നത്. AI അടക്കമുള്ള സാങ്കേതിക വിദ്യയിലേക്കുള്ള ചൂടുമാറ്റമാണ് 12ാമത് KTMന്റെ പ്രത്യേകതയെന്ന് KTM സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രദീപ് പറഞ്ഞു. Unparalleled charm and its potential as a premier travel destination. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 2000-ഓളം ആഭ്യന്തര ബയ്യർമാരാണ് KTMൽ പങ്കെടുത്തത്. 75 വിദേശ രാജ്യങ്ങളിൽ നിന്നായി 800-ഓളം വിദേശ ബയ്യർമാരും മാർട്ടിനെത്തി. മുൻകൂട്ടി തയ്യാറാക്കിയതും അല്ലാത്തതുമായ 75,000-ഓളം കൂടിക്കാഴ്ചകളാണ് നടന്നത്. കഴിഞ്ഞ മേളയിൽ 55,000 വാണിജ്യ കൂടിക്കാഴ്ചകളായിരുന്നു രേഖപ്പെടുത്തിയത്. നമ്മൾ ഈ പ്രാവശ്യം കേരള ട്രാവൽ മാർട്ടിൽ ഫോക്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ പുതിയ ബയേഴ്സിന് 75 കൺട്രീസിൽ നിന്നാണ് നമ്മൾ പുതിയ ബയേഴ്സിനെ കൊണ്ടുവന്നേക്കുന്നത്. ഈ പ്രാവശ്യം റെക്കോർഡ് നമ്പർ ഓഫ് ബയേഴ്സാണ് വന്നേക്കുന്നത്. എല്ലാം നമ്മൾ സ്ക്രൂട്ടിനി ചെയ്ത് ക്വാളിറ്റി ബയേഴ്സിനെ കണ്ടുപിടിച്ചിട്ടാണ് ഈ പ്രാവശ്യം അക്കോമഡേഷനും ട്രാൻസ്ഫേഴ്സും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ 1500+ ബയേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ സെല്ലേഴ്സും കൂടിയിട്ടുണ്ട്. പുതിയ പ്രോഡക്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കൂടിക്കാഴ്ചകൾ തീരുമാനിക്കാൻ സാധിച്ചതിനാൽ ആയാസരഹിതമായിരുന്നു തുടർ പ്രക്രിയകൾ. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനായി എന്നതും ഇത്തവണത്തെ KTMന്റെ സവിശേഷതയാണ്. കഴിഞ്ഞ 12 എഡിഷനായിട്ട് ഏറ്റവും കൂടുതൽ ഫോറിൻ ബയേഴ്സിനെ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ സംരംഭമാണ് കേരള ട്രാവൽ മാർട്ട്. അതിൻ്റെ 12ാമത് എഡിഷനും വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
വെല്ലിംഗ്ടൺ ഐലൻഡിലെ സാഗര സാമുദ്രിക കൺവെൻഷൻ സെന്ററിൽ 1.5 ലക്ഷം ചതുരശ്ര അടിയിൽ ഹരിത മാനദണ്ഡങ്ങൾ പാലിച്ച് 347 സ്റ്റാളുകളാണ് ഒരുക്കിയത്. 4 സെമിനാറുകളും ട്രാവൽ മാർട്ടിനോടനുബന്ധിച്ച് നടന്നു. മൈസ് ടൂറിസം, വെഡ്ഡിംഗ്, ഹണിമൂൺ ഡെസ്റ്റിനേഷൻ എന്നിവയായിരുന്നു KTM മുന്നോട്ട് വെച്ച പ്രധാന ഇനങ്ങൾ. ജീവൻ ന്യൂസ്, കൊച്ചി.